കേരളത്തിലെ ജനം ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനുള്ള സൂചനയായി നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഈ സാഹചര്യത്തിൽ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിന് കളമൊരുക്കിയവർക്ക് നന്ദി പറയുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. കേരളത്തിലെ ജനം ഒറ്റക്കെട്ടായി മാറ്റത്തിനായി കാത്തിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പായി നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് മാറി. ഭരണമാറ്റത്തിനായി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള സൂചനയായി നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് മാറി. അതിന് കളമൊരുക്കിയവർക്ക് നന്ദി. മനുഷ്യർക്ക് രക്ഷയില്ലാതെയായി മാറി. നിരവധി ബുദ്ധിമുട്ടുകൾ കേരളത്തെ കാർന്നു തിന്നുകയാണ്. ഉത്തരവാദിത്വം മറന്നാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. കേരളം ലോകത്തിനു മുന്നിൽ മാതൃകയായ സംസ്ഥാനമാണ്. ആ നല്ല പേര് നിലനിർത്തേണ്ടതുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ് വേണ്ടത്. ജനങ്ങളുമായി അകലം പാലിക്കുന്ന സർക്കാരാണ് നിലവിലേതെന്നും ജനസമ്പർക്കം പുലർത്തുന്ന UDF ആണ് കേരളം ഭരിക്കേണ്ടതെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളുമായി ഏത് നിലയ്ക്കാണ് ബന്ധം പുലർത്തേണ്ടതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കാട്ടിത്തന്നിട്ടുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഭരണകർത്താവിന് വേണ്ട മികവും ഉത്തരവാദിത്തവും ഉമ്മൻചാണ്ടിയുടെ ഓരോ പ്രവർത്തനങ്ങളിൽ നിന്നും കാണിച്ചു തന്നു. ഓടി നടക്കുകയായിരുന്നു അദ്ദേഹം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഓടി നടക്കുകയായിരുന്നു. ഇന്ത്യ വിഭജനത്തിന് ശേഷം ദാരിദ്ര്യവും പിന്നോക്കാവസ്ഥയും ഒറ്റപ്പെടലുമായിരുന്നു. അതിനെ ജനാധിപത്യവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജവഹർലാൽ നെഹ്റു ഓടി നടന്നു. ഒടുവിൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിക്കൊണ്ടാണ് ഇറങ്ങിയത്. ദീർഘവീക്ഷണത്തോടെയാണ് കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചിരുന്നത്. കുടിയും കുടിശ്ശികയുടേതുമായി കേരളത്തിലെ ഇടതു സർക്കാർ മാറിയെന്നും സാദിഖ് അലി തങ്ങൾ തുറന്നടിച്ചു. ആര്യാടൻ ഷൗക്കത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു സാദിഖ് അലി തങ്ങൾ. അതേസമയം നിലമ്പൂരിൽ നാളെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ കൊട്ടിക്കലാശം ഉണ്ടായേക്കില്ല. സമയം അമൂല്യമായതിനാൽ കലാശക്കൊട്ടിന്റെ സമയം കൂടി വീടുകളിൽ കയറി പ്രചരണം നടത്തണമെന്ന് അൻവർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യം കൂടി പരിഗണിച്ചാണ് കലാശക്കൊട്ട് വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നും അൻവർ പറഞ്ഞു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ പ്രമേയം നമ്മൾ ഉയർത്തിയ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾ മുഴുവൻ വോട്ടർമാരിലേക്കും എത്തിക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ട്. സമയം അമൂല്യമായതിനാൽ നാളെ കലാശക്കൊട്ടിന്റെ സമയം കൂടി വീടുകൾ കയറി പ്രചരണം നടത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ തിരഞ്ഞെടുപ്പിന്റെ ആവശ്യകതയും പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ടും പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യം പരിഗണിച്ചും കലാശക്കൊട്ടിന്റെ സമയം നമ്മൾ വ്യക്തികളെ കാണാനും വീടുകൾ കയറാനും നമ്മുടെ വോട്ടുകൾ ഉറപ്പിക്കുവാനും വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് PV അൻവർ അറിയിച്ചത്.